ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നല്ല നല്ല അടിപൊളി നാടൻ ഒരു ഊണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ദിവസത്തെയാണ് അവരെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളിലേക്ക് പോകാം. ഞാൻ ആ നെല്ലിക്കയൊക്കെ നല്ലത് നോക്കി പറക്കിയെടുത്തിട്ടോ. കുറേയൊക്കെ ചീഞ്ഞതായിരുന്നു, പന്നലായിപ്പോയി കേട്ടോ. അതായത് കുറേയൊക്കെ കളഞ്ഞ് വേസ്റ്റായിപ്പോയി. നല്ല പഴുത്ത് അത് ചീഞ്ഞ് പോയിട്ടുള്ള നെല്ലിക്ക ഉണ്ടായിരുന്നു. നല്ലത് നോക്കി പറക്കിയെടുത്ത് അതൊക്കെ ഒന്ന് വട്ടത്തിനൊന്ന് കീറി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതേ കുപ്പിക്കകത്തിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും പച്ചമുളകും കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോറ് വെക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. കാരണം തലേന്ന് നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ചക്ക വെച്ചത് കൊണ്ട് തന്നെ ചോറ് അധികം ചിലവായില്ല. കുറച്ച് ചക്കയെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും ചക്ക ഉള്ളതുകൊണ്ട് ചോറ് അധികം ചിലവായില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അതങ്ങ് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുണ്ട്. സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പനിയാണ്, തൊണ്ടയൊക്കെ നല്ല അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ചോറിട്ട് കൊടുത്ത് അതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വെക്കണം. കുറച്ച് അഗസ്തിപ്പൂ നിപ്പുണ്ട്, പക്ഷെ അത് ഇന്നലെ പിടിച്ചിട്ടുള്ള പൂവായിരുന്നു കേട്ടോ. ഞാനത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാനായിട്ട്, പക്ഷേ അത് കൊള്ളത്തില്ലായിരുന്നു. കണ്ടില്ലേ, വാടിപ്പോയി. നമ്മൾ അന്നന്ന് വിരിയുന്ന പൂവ് എടുത്തിട്ടാണ് തോരൻ വെക്കാൻ നല്ലത്. വാടിയ പൂവ് എടുത്തു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല കേട്ടോ. 1-2 പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പൂവായിട്ട്, അതായത് ആ ദിവസം പറിച്ച പൂവായിട്ട്. അല്ലാണ്ട് തലേന്ന് പിടിച്ചിട്ടുള്ള പൂക്കൾ പിറ്റേന്നാകുമ്പോൾ വാടിയ ഇതിലാണ് നിൽക്കുന്നത്. അതിനൊരു ജീവനില്ലാത്തതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ പറിച്ചെടുത്തെങ്കിലും പിന്നെ ഞാൻ തോരൻ വെച്ചില്ലായിരുന്നു. അതങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് നമ്മൾ ചക്ക കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൻ്റെ ചക്ക കൂഞ്ഞുണ്ടല്ലോ, കൂഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചക്കക്കുരും ഒക്കെ പറക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തോരന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് ചക്കക്കുഞ്ഞൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു സവോളയും കൂടെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ചക്കയുടെ കുഞ്ഞും അതുപോലെ സവോളയും കൂടെ മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട, എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി വരുന്ന സമയത്ത് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൽ ഞാൻ ചക്കക്കുരു ഇട്ടിട്ടില്ല കേട്ടോ, ഇത് മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ചക്കക്കുരു വേണമെങ്കിൽ ഇടാം. ഇത് നമ്മൾ വറുത്തരച്ച് കറി വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മൾ വറുത്തരച്ച് കറി വെച്ചാലും. എനിക്ക് വറുക്കാനൊന്നും വയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ തോരനാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് അതിൻ്റെ സവോളയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അനിയത്തിയും പിള്ളേരും ഒക്കെ അവിടെ അങ്ങനെ ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ടിരിക്കാമെന്ന് കൊച്ചുങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് അവരുടെ വീഡിയോ ഇന്ന് എടുക്കാതിരുന്നത്. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ചക്കക്കുഞ്ഞൊക്കെ ഒന്ന് ആവി കയറി വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ ജീരകം ഇടുന്നില്ല കേട്ടോ. ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക. ഇനി ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ അരച്ച ജാറൊന്ന് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ജീരകത്തിന് പകരം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി ഇട്ട് അങ്ങനെ ഉണ്ടാക്കാത്തവർ അതൊന്ന് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ, നിങ്ങൾ ഗരം മസാല എന്തിനാണ് ഇതിലിടുന്നതെന്ന് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് അതിനിടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അത് സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ തോരൻ വെക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഈ ഗരം മസാലപ്പൊടിയോ കുറച്ച് ചിക്കൻ മസാലയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ട് വാടി വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് തോരൻ. അങ്ങനെ ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തുള്ളൂ, കാരണം മീൻ കറി ഉള്ളത് കൊണ്ട് അത് ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചത്, വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും നമ്മുടെ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് അതിട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം.
അപ്പോഴേ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്സ് എന്താണെന്നുള്ളതും അറിയിക്കണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് നേരം ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുന്ന സമയത്ത് അതിൽ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, കാരണം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കണം. അതുപോലെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എരിവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു അളവിന് പറയാനാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് എരിവിന് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ലാസ്റ്റ് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണേൽ കുറച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും രാവിലത്തെ നമ്മൾ ഉണ്ടാക്കുന്ന കാപ്പിയുടെ കൂടെ എന്തും ഇത് അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോ ഒരുവിധം ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് ഓടിയതൊന്നുമില്ല. നമ്മൾ സാധാരണ വ്ളോഗ് ഓടുന്ന രീതിയിലൊന്നും വീഡിയോ ഓടിയിട്ടില്ല. എന്നാലും കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. രാവിലെ ഞാൻ മീൻകറിയൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വങ്കടയായിരുന്നു. തേങ്ങ അരച്ചിട്ട് നല്ലതുപോലെ കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ ചിക്കൻ കുറച്ച് ഞാൻ എടുത്തിട്ട് റോസ്റ്റ് ആക്കിയുള്ളൂ കേട്ടോ. കാരണം മീൻകറിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാം കൂടി എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും അതുപോലെ ചക്കക്കുഞ്ഞി തോരനും അതുപോലെ റോസ്റ്റും പിന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയും കേട്ടോ. അതാണല്ലോ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.